കണ്ണൂരിൽ നിന്നും CPM-നെ പ്രതിരോധത്തിലാക്കുന്ന വലിയൊരു വെളിപ്പെടുത്തൽ ഇന്നലെ ഉണ്ടായിരുന്നു. CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണനാണ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയ ഒരു ചാനലിനോടായിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. ധനരാജ് രക്തസാക്ഷി ഫണ്ട് CPM വകമാറ്റി ചെലവഴിച്ചു എന്നായിരുന്നു ഇതിലെ പ്രധാന ആരോപണം. കൂടാതെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ കൃത്രിമം നടന്നു, വ്യാജ രസീതുകൾ അച്ചടിച്ചു, ഇതിലൊക്കെ വലിയ തിരിമറി നടന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് നേരത്തെ പരാതി കൊടുത്തിരുന്നു. ഏരിയ സെക്രട്ടറി ആയിരുന്ന പിന്നീട് ഇപ്പോൾ MLA ആയ മധുസൂദനൻ അടക്കമുള്ളവരാണ് ഇതിന് പിന്നിലെന്ന് കൂടിയിട്ട് കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. പാർട്ടിക്ക് പരാതി കൊടുത്തപ്പോൾ പാർട്ടി ഒരു കമ്മീഷന് വെക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ പാർട്ടി ഈ കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണം. ഇതേ തുടർന്ന് ഇത് വലിയ വാർത്തയാകുകയും വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. കണ്ണൂരിലെ CPM തന്നെ കുഞ്ഞികൃഷ്ണനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. അതുകൂടാതെ കുഞ്ഞികൃഷ്ണനെതിരെ അവിടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ME ജയരാജൻ അടക്കമുള്ളവർ ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്നും മുമ്പ് ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നുവെന്നും ഈ പാർട്ടി ഫണ്ടിൽ ഏതെങ്കിലും വ്യക്തികൾ ഇത് കണക്ക് നേട്ടമുണ്ടാക്കിയതായിട്ടൊന്ന് കണ്ടെത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടിയിട്ടാണ്. CPM-ൻ്റെ വലിയ ശക്തി കേന്ദ്രമാണ് കണ്ണൂർ. അവിടെ ഉണ്ടായ പ്രത്യേകിച്ച് രക്തസാക്ഷി ഫണ്ട് വകമാറ്റി ചിലവഴിച്ചു എന്നുള്ള ആരോപണങ്ങൾ CPM-നെ എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. നിഷാദ്, കണ്ണൂരാണ്, CPM ആണ്. ഈ രക്തസാക്ഷി ഫണ്ട് വകമാറ്റി ചിലവഴിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ CPM-ൽ നിന്ന് അങ്ങനെ ഇതുവരെ ഉയർന്നു കേട്ടിട്ടുള്ളതല്ല. ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയിട്ടാണ് ഈ കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണങ്ങളെ 5 വർഷം മുമ്പ് പാർട്ടിക്ക് കൊടുത്തൊരു പരാതി കൂടിയിട്ടാണ് ഇപ്പോഴാണ് അത് പുറത്തേക്ക് വരുന്നത്, ചർച്ചയാകുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? CPM-നെ പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. രക്തസാക്ഷികളുടെ വേണ്ടി കൊടുക്കുന്ന ഫണ്ട് പാർട്ടിയെ അടിച്ചു മാറ്റുന്ന ആരോപണം സ്വാഭാവികമായിട്ടും ആളുകളെ ഞെട്ടിക്കും, പാർട്ടി ബന്ധുക്കളെ ഞെട്ടിക്കും, സഖാക്കളെ ഞെട്ടിക്കും. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ധനരാജ് എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിൽ ഭയങ്കരമായി പോപ്പുലറായിരുന്ന ഒരു പാർട്ടി നേതാവാണ്. എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന, ആളുകൾക്കിടയിൽ അത്രയും സ്വീകാര്യനായ ഒരു നേതാവ്. ഇപ്പോഴും ധനരാജിൻ്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് അയാളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന, വൈകാരികമായ അയാളെ ഓർത്തെടുക്കുന്ന ഒരുപാട് പാർട്ടി കോമ്രേഡ്സിനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. അത്രമേൽ CPIM-നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. RSR വീട്ടിൽ കയറിയ ബന്ധുക്കളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുമായിരുന്നു ധനരാജനെ. അപ്പോൾ ധനരാജൻ്റെ മരണം ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം വലുതായിരുന്നു, അതുണ്ടാക്കിയ വൈകാരികത വലുതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾക്ക് വീട് വെച്ച് കൊടുക്കാനും അയാളുടെ കടബാധ്യത തീർക്കാനും അയാൾക്ക് വീട്ടുകാർക്ക് സഹായം ചെയ്യാനുമായി പാർട്ടി ഒരു പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ 1 കോടിയോളം രൂപ അതിനകത്തേക്ക് സംഭാവനയായി വന്നത് ധനരാജനോട് പാർട്ടിക്കാർക്ക്, പാർട്ടി ബന്ധുക്കൾക്ക്, പാർട്ടി സിമ്പതൈസേഴ്സിനുള്ള സ്നേഹം എന്തുമാത്രമായിരുന്നു കാണിച്ചു തരുന്ന ഒന്നായിരുന്നു. അപ്പോൾ ആ ധനരാജിൻ്റെ പേരിലുള്ള പൈസ പാർട്ടിയിലെ ഉന്നതരായ ആളുകൾ വെട്ടിച്ചു എന്നത് CPIM-നെ പിടിച്ചു കുലുക്കും. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ കാര്യത്തിൽ അന്നും ഇന്നും ശരിയാമണ്ണമുള്ള വിശദീകരണം നൽകാൻ CPM-ന് പറ്റിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അന്നത്തെ പ്രശ്നം അതേപോലെ എന്താണ്, പാർട്ടിയോട് അടിച്ചമർത്തുക, അടിച്ചൊതുക്കുക, നിശബ്ദമാക്കുക, പരാതി ഉന്നയിച്ചവരെയും ആരോപണം നേരിട്ടവരെ എല്ലാവരെയും എതിരെ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പതിവ് രീതി അവലംബിച്ച് ആ പ്രശ്നം ഇല്ലാതാക്കി എന്നാണ് CPM വിചാരിച്ചിരുന്നതെങ്കിൽ അത് വീണ്ടും പൊങ്ങി വന്നിരിക്കുകയാണ്. കാരണം ആരോപണത്തിന് അത്രയും ഗൗരവ സ്വഭാവമുണ്ട്. 1 കോടിയോളം രൂപ പിരിച്ചെടുക്കുന്നു, ധനരാജിൻ്റെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നു, ധനരാജിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അമ്മയുടെയും പേരിൽ കുറച്ച് തുക ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് അവിടെ ഇരുന്നു. ബാക്കി 10-40 ലക്ഷം രൂപ മിച്ചം വരുന്നു. ആ 10-40 ലക്ഷം രൂപ 2 പാർട്ടി കോമ്രേഡ്സിൻ്റെ ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ആ ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് ഇത്രയും പൈസ മാറ്റുമ്പോൾ ധനരാജിൻ്റെ പേരിൽ 10-15 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ട്. ആ കടബാധ്യത തീർക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പൈസ അപ്പുറത്തേക്ക് മാറ്റുന്നത്. ആ മാറ്റിയ പൈസയുടെ പലിശ വരുന്നു. ആ പലിശ പേഴ്സണലി ഈ പറയുന്ന നേതാക്കൾ വിഡ്രോ ചെയ്യുന്നു എന്നാണ് ആരോപണം. പിന്നീട് 40 ലക്ഷം രൂപയും കാണാതാവുന്നു. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പ്രോപ്പറായി അവതരിപ്പിക്കുന്നില്ല. അവതരിപ്പിച്ച് ദീർഘനാളുകൾ കഴിഞ്ഞ് 2017 എല്ലാ പ്രോസസ്സും പൂർത്തിയായ ഏർപ്പാട് 2021 സമ്മേളനത്തിന് മുമ്പായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണൻ പറയുന്നു, ഞാൻ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കണക്ക് വരുമ്പോൾ എനിക്ക് സംശയം തോന്നാൻ കാരണമുണ്ട്. കാരണം എന്താണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള കണക്കുകൾ ഞാൻ ഓഡിറ്ററായിരുന്നു. ഞാനത് പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടിട്ടുള്ള ചില ക്രമക്കേടുകൾ എന്നെ ഇതും പരിശോധിക്കാൻ പ്രേരിപ്പിച്ചു. ഇത് പരിശോധിച്ചപ്പോൾ ഇതിലും വ്യാപകമായ ക്രമക്കേട്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വ്യാജ റെസീറ്റ് അടക്കം അടിച്ച് പാർട്ടിയെ കളിപ്പിച്ചു, അത്രയും പൈസ വലിച്ചു എന്നാണ്. അപ്പോൾ ഈ രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ചെടുത്ത 1 കോടിയോളം രൂപയ്ക്കകത്തുനിന്ന് ഒരു നല്ല പങ്ക് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ അടിച്ചെടുത്തു എന്നാണ് CPIM-ൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം അന്ന് പാർട്ടിക്ക് പരാതി കൊടുത്തത്. അന്ന് ഇതിനെ മൊത്തം ക്രമക്കേടുകളുടെ വിശദാംശങ്ങൾ അദ്ദേഹം എല്ലാവരെയും ചൂണ്ടിക്കാണിക്കുകയും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ അതിനെക്കുറിച്ച് ഇൻഫോംഡ് ആണെന്ന് പറയുകയാണ് അദ്ദേഹം. പക്ഷെ ഒരു നടപടിയും എടുത്തില്ല. അപ്പോൾ ഇത്
ഇന്നിപ്പോൾ കുഞ്ഞികൃഷ്ണൻ വന്ന് മാധ്യമങ്ങളോട് പറയുന്ന സംഗതികൾക്കകത്ത് അവിശ്വസിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളത് കേട്ടു നോക്കുമ്പോൾ അദ്ദേഹം പറയാണ് CPM എന്ന് പറയുന്ന പാർട്ടി അതുണ്ടായി വന്ന ചരിത്രം, രക്തസാക്ഷികളോടുള്ള അതിനുള്ള കൂറ്, രക്തസാക്ഷി കുടുംബത്തോടുള്ള അതിൻ്റെ പരമമായ ബാധ്യത, ഇവയൊന്നും നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ള പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയും പിണറായി വിജയൻ തന്നെ മൂന്നാമത് അധികാരത്തിൽ വരട്ടെ എന്ന് പറയുകയും പാർട്ടി വിട്ടുപോകുന്ന പ്രശ്നമില്ല എന്ന് പറയുകയും ചെയ്യണം അദ്ദേഹം. എന്നിട്ടാണ് ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് CPMന് വിശദീകരിക്കേണ്ടി വരും. ഒരു പൈസ നഷ്ടപ്പെട്ടിട്ടില്ല, കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ശരിയല്ല എന്ന വാചകം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല ഇത്. 2022 മുതൽ പയ്യന്നൂരിലെ പാർട്ടിക്കകത്ത് നിന്ന് പുകയുന്ന ഒരു പ്രശ്നമാണ്. അതന്ന് പരാതി ഉന്നയിച്ചവരെയും പരാതിക്ക് ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ ആരോപണ വിധേയർക്കെതിരെയും അവരെയും തരം താഴ്ത്തിക്കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല ഇത്. CPM വിശദീകരിക്കേണ്ടി വരും. എത്ര കോടി രൂപ ശരിയാവണ്ണം വന്നിട്ടുണ്ട്, അതിലെന്തുകൊണ്ടാണ് ധൻരാജിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യത ബാങ്കിൽ നിൽക്കുക, അത് സെറ്റിൽ ചെയ്യാതെ നിങ്ങൾ എന്തിനാണ് ഇത്രയും പൈസ അപ്പുറത്തേക്ക് മാറ്റിയത്, സ്വകാര്യ അക്കൗണ്ടിൽ എന്തുകൊണ്ട് ഇട്ടു, അതിൽ നിന്ന് കിട്ടിയ പലിശ എന്തുകൊണ്ട് സ്വകാര്യമായി പിൻവലിച്ചു പോലുള്ള വിശദാംശങ്ങൾ കേരളത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയും പാർട്ടിയുടെ മുമ്പിൽ വയ്ക്കുകയും അതിൽ കുറ്റക്കാരായ ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുത്ത് പോവുകയും ചെയ്യാതെ ഈ പ്രശ്നം തീർക്കാൻ കഴിയുമെന്ന് CPM വിചാരിക്കരുത്. CPMന് കാലാകാലങ്ങളായ രീതിയുണ്ട്. വളരെ ഗൗരവതരമായ പരാതികൾ ഉന്നയിക്കുന്ന മനുഷ്യന്മാരാരായാലും അവർ ഉന്നതരായ നേതാക്കൾക്കെതിരെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പാർട്ടിയുടെ മൊത്തത്തിലുള്ള അത് കൊണ്ടു നടക്കുന്ന ഒരു ഇമേജിനെ ബാധിക്കുന്ന സ്വഭാവമുള്ള പരാതിയാണെങ്കിൽ ആ പരാതി ഉന്നയിക്കുന്ന ആളെയും കൂടെ നിശബ്ദരാക്കുക, അവർക്കെതിരെയും നടപടിയെടുക്കുക. ഇതിപ്പോൾ എന്താണ് കുഞ്ഞികൃഷ്ണൻ ചെയ്ത് തെറ്റെന്താണ്? കുഞ്ഞികൃഷ്ണനെ തരം താഴ്ത്തി എന്താ ചെയ്ത് തെറ്റ്? കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ഈ കണക്കുകളൊന്നും ശരിയല്ല എന്ന് പറയാണ്. കണക്കുകൾ ശരിയല്ല എന്ന പ്രശ്നം ഉന്നയിക്കുന്ന ആളെ എന്തിനാണ് തരം താഴ്ത്തുന്നത്? MV രാഘവനെ പുറത്താക്കിയതുപോലുള്ള കാലം ഇങ്ങോട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പരാതി ഉന്നയിക്കുന്ന ആൾക്കെതിരെയും നടപടി എടുത്തു പോവുക എന്ന് പറയുന്ന അങ്ങേയറ്റം പ്രാകൃതമായൊരു സമീപനം പലപ്പോഴും CPM കൈക്കൊണ്ടുണ്ടെന്ന് നമുക്ക് കാണാം. പിന്നെ മാത്രവുമല്ല, ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ വന്ന ഘട്ടത്തിൽ അപ്പോൾ പലതും മൂടി വയ്ക്കാൻ കരുവന്നൂരിലെ സംഭവം എന്താണ്? CPMൻ്റെ അടികീറി കളഞ്ഞിട്ടുള്ള അതിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള കേസാണിത്. കരുവന്നൂരിലെ ബാങ്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭരണസമിതി വലിയ തോതിലുള്ള കൊള്ള നടത്തുന്നു എന്ന ഇൻഫർമേഷൻ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മുമ്പിൽ എത്ര കാലം മുമ്പ് വന്നിട്ടുണ്ട്. അവസാനം ഈ അന്വേഷണ ഏജൻസികൾ മുഴുവൻ കയറി നിരങ്ങി CPMൻ്റെ മുഖം കുനിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവേണ്ടി വന്നു. പ്രോപ്പർ ആക്ഷൻ എടുത്തിട്ടില്ല. ആരാ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിരുന്ന ആൾക്കാർ? പാർട്ടിക്കാർ തന്നെയാണ് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയാണ്. നടപടി എടുക്കാൻ പാർട്ടി തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഭരണത്തിൻ്റെ തണലിൽ അതിപ്പോൾ സഹകരണ ബാങ്കിലെ ആയാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ഒക്കെയും ഭരണത്തിൻ്റെ തണലിൽ സഖാക്കൾ അഴിമതി, സാമ്പത്തിക താല്പര്യം എന്നിവയിലേക്ക് വഴുതി വീഴുന്നതിൻ്റെ കാഴ്ച അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടി 1.25 കോടി രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചെടുത്തത് എന്തിനാണ് എന്ന് ആ പാർട്ടി യോജിച്ചിട്ടില്ല. പാർട്ടിക്കാർക്ക് അറിയയില്ല. അവരുടെ കമ്പനി എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി CMRL കമ്പനിക്ക് എന്തെങ്കിലും സർവീസ് കൊടുക്കാൻ തക്കവണ്ണത്തിൽ ഡിസൈൻ ചെയ്യപ്പെട്ടുള്ള കമ്പനിയൊന്നുമില്ല. അവരങ്ങനെ സർവീസും വർക്കില്ല. പക്ഷേ 1.25 കോടി രൂപ ഗഡുക്കളായി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നു. അത് പ്രമുഖനായ ഒരാളുടെ മകളായതുകൊണ്ട് കിട്ടിയതാണെന്ന് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡ് അവരുടെ കുറിപ്പിൽ എഴുതി വെച്ചു. എന്നിട്ടും ആ പാർട്ടിക്ക് എങ്ങനെയാണ് ആ പൈസ ഉണ്ടാക്കിയതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. അപ്പോൾ സഖാക്കൾ ഭരണത്തിൻ്റെ തണലിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു, TI മസൂദിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു, കരുവന്നൂരിലെ സഖാക്കളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. ഇങ്ങനെ പലതരത്തിൽ സഖാക്കൾ പൈസ ഉണ്ടാക്കുകയോ അധികാരത്തെ അവർ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുമ്പോൾ പാർട്ടി എന്ത് ചെയ്യാണ്? പ്രശ്നം ഉന്നയിക്കുന്ന ആൾക്കാരെ ചാപ്പകുത്തി ഇല്ലാതാക്കുകയോ അവരെ അടിച്ചമർത്തുകയോ അവർക്കെതിരെ നടപടിയെടുത്തതിനെല്ലാം സൈലൻസ് ചെയ്യാം എന്നാണ് അവർ വിചാരിക്കുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന ആത്യന്തികമായ അപകടമാണ് ഈ കണ്ടത്. ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ പയ്യന്നൂരിലെ സംഭവം ഒരു രക്തസാക്ഷിയോട് കാണിക്കാവുന്ന പരമാവധിയിൽ കവിഞ്ഞിട്ടുള്ള വഞ്ചനയാണ്. പാർട്ടി കോമ്രേഡ്സിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. കാരണം 1-2 പേര് കട്ട കാര്യമല്ല പറയുന്നത്, കട്ടതറിഞ്ഞിട്ടും ധൻരാജിനെ പോലെ ഇത്രയും പാർട്ടിക്കാരായ CPIമാരുടെ ഹൃദയവികാരത്തിൻ്റെ ഭാഗമായ ഒരു മനുഷ്യൻ്റെ ചോര വിറ്റുണ്ടാക്കിയ പൈസ അടിച്ചു മാറ്റി 2-3 പേർ കൂടി എന്നത് അറിഞ്ഞിട്ട് നിശബ്ദത പാലിച്ച സംസ്ഥാന നേതാക്കളുണ്ടെങ്കിൽ അവർ ഈ ഫണ്ട് വെട്ടിപ്പിൽ പങ്കാളികളാണ്. പങ്കാളിച്ച അവർ പൈസ അവർക്ക് കിട്ടിയെന്നുള്ളതല്ല, രക്തസാക്ഷി കുടുംബത്തെ വഞ്ചിച്ച് അവർ 2 പേരെ സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാർട്ടി ലീഡർഷിപ്പിന് ഉത്തരവാദിത്വം പറയേണ്ട കേസാണ്. അതല്ലാതെ 2 പേരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് CPM ഇത് ഗുരുതരമായ പ്രശ്നത്തിന് നടുവിലാണെന്നാണ് എൻ്റെ പൊസിഷൻ. പ്രത്യേകിച്ച് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നിൽക്കെ ആ പാർട്ടി നോക്കിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ വയനാട്ടിലെ ഫണ്ട് വെട്ടിച്ചു എന്ന് ഇവർ പറഞ്ഞു നടക്കാണല്ലോ. ഇനി അവർക്കിത് പറയാൻ പറ്റുമോ? ഇനി പറഞ്ഞാൽ അടുത്ത ചോദ്യം രക്തസാക്ഷിയുടെ ഫണ്ട് വെട്ടിച്ച അത്രയും അധമ പ്രവർത്തനം നടത്തിയ ആൾക്കാരെല്ലാം തിരിച്ചു വയ്ക്കും. അതുകൊണ്ട് അതിൽ വിശദീകരിക്കാൻ CPMന് ബാധ്യതയുണ്ട്, വ്യക്തത വരുത്താൻ ബാധ്യതയുണ്ട്, അതിനകത്ത് കർശനമായ നടപടിയെടുത്തു പോകാൻ ബാധ്യതയുണ്ട്. അല്ലാതെ ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ അടച്ചുറപ്പുള്ള കൂട്, ഇരുമ്പ് മതിൽ, അതിനകത്തുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പഴയ സോവിയറ്റ് യൂണിയനൊന്നും അല്ല എന്ന് CPM മനസ്സിലാക്കിയാൽ കൊള്ളാം. ഹലോ സാർ, ഈ കുഞ്ഞികൃഷ്ണൻ്റെ ഒരു പുസ്തകം വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇതിൽ കൂടുതൽ വിശദമായി പറയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ ഇതുവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു നീതിപരമായ രീതിയിലുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്ന് കൂടിയിട്ട് അദ്ദേഹം പറയുന്നു. മറ്റൊന്ന്, മധുസൂദനൻ ഇനി മത്സരിക്കാൻ പാടില്ല അതുകൂടിയിട്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
ഈ വി കുഞ്ഞികൃഷ്ണൻ എന്ന സഖാവ് പാർട്ടിയെ അത്രമേൽ വിശ്വസിച്ചിട്ട് ഇതിൽ പരാതി കൊടുത്തു 5 വർഷം വരെ ഇപ്പോൾ കാത്തിരിക്കുന്നു. അതിൽ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ പാർട്ടീനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയിട്ട് ചെയ്യുന്നു. അങ്ങനെ കൂടിയിട്ട് ഇതിനെ കാണണ്ടേ പാർട്ടി? ഈ വി കുഞ്ഞികൃഷ്ണൻ്റെ ഈ ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഈ വിവാദം ആദ്യം സർഫേസ് ചെയ്യുന്നത് 2023, അതും ഒരു ജനുവരിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് അന്ന് പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോവിന്ദ മാഷിൻ്റെ നേതൃത്വത്തിലൊരു ജാഥ നടക്കുന്നുണ്ട്. ആ ജാഥ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ഈ വിവാദം പൊങ്ങി വരുന്നത്. ആ സമയത്ത് ഗോവിന്ദ മാഷ് ഇദ്ദേഹത്തെ പോയി കാണുകയും സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് വാക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും പാർട്ടിയിലേക്ക് സജീവമാകുന്നത്. നോക്കൂ, 3 വർഷം കഴിഞ്ഞ് ഗോവിന്ദ മാഷ് മറ്റൊരു ജാഥയുടെ മുന്നൊരുക്കത്തിൽ നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അത് അദ്ദേഹം സംസാരിക്കുമ്പോൾ നിഷാദ് പറഞ്ഞത് അദ്ദേഹം ഓണസ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്, കേൾക്കുന്ന ആർക്കും തോന്നും. എന്ന് മാത്രമല്ല, അദ്ദേഹം ഏതെങ്കിലും നിലക്ക് പരിധിയിൽ കവിഞ്ഞ് സംസാരിക്കാനോ അല്ലെങ്കിൽ CPM-നെതിരെ ഏതെങ്കിലും നിലക്ക് രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പാർട്ടി തത്വങ്ങൾ, ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ. അപ്പോൾ അദ്ദേഹം വിമർശനം ഉന്നയിക്കുമ്പോഴും ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ വെച്ചുകൊണ്ടാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്നലെ അദ്ദേഹം അത് ഒരു ടെലിവിഷൻ ചാനലിൽ ഡിസ്കഷനിൽ ലൈവായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സ്വാഭാവികമായി ആങ്കർ പലപ്പോഴും കുറച്ചും കൂടെ കടത്തി പദപ്രയോഗങ്ങൾ ഒന്ന് കയറ്റി പറയുമല്ലോ സ്വാഭാവികമായിട്ടും ആങ്കർമാർ. അങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹമാണ് തിരുത്തുന്നത്. അങ്ങനെയല്ല. EP ജയരാജനെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം എനിക്കില്ല, ഇങ്ങനെ ഒരു ആരോപണം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ വളരെ സ്പഷ്ടമാണ്, വളരെ കൃത്യമാണ്, വളരെ പ്രിസൈസായിട്ട് അദ്ദേഹം പറയുന്ന പോയിന്റുകൾ. അതിൽ ഈ പറഞ്ഞ ധനരാജ് ഫണ്ടിൻ്റെ ഇതുണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട്. 3 കാര്യങ്ങളാണ്. ധനരാജിൻ്റെ രക്തസാക്ഷിയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ഫണ്ടിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ, തെരഞ്ഞെടുപ്പ് ഫണ്ട്, ആ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കിയ അതിലുണ്ടായിട്ടുള്ള തട്ടിപ്പുകൾ, പിന്നെ EP ജയരാജനെ ജാവ്ഡേക്കർ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ഉയർത്തിയിട്ടുള്ള ചോദ്യം. ഈ 3 പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഉന്നയിച്ച പല കാര്യങ്ങൾക്കും തെളിവുകൾ ഹാജരാക്കാൻ എനിക്ക് പറ്റിയില്ല, പ്രോപ്പറായി അങ്ങനെ തെളിവുകൾ ഹാജരാക്കാൻ പറ്റുന്ന കാര്യമല്ല പലതും. അപ്പം അതിനെക്കുറിച്ച് MV ജയരാജൻ്റെ ഒരു ബൈറ്റ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലാണോ നേരത്തെ ഉള്ളതാണെന്ന് അറിയില്ല, നമ്മളിങ്ങനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കാണുന്നൊരു കാര്യമാണ്. അതിൽ അദ്ദേഹം MV ജയരാജൻ പറയുന്ന കാര്യമുണ്ട്, പാർട്ടിക്ക് ഒരു പൈസയും നഷ്ടപ്പെട്ടിട്ടില്ല. പണ്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ ഭരണാധികൾ പറയുന്നത് ഖജനാവിനൊരു പൈസയുടെ നഷ്ടം ഉണ്ടായില്ല എന്ന് പറയും. ഖജനാവിനൊരു പൈസയുടെ നഷ്ടം ഉണ്ടായില്ല എന്ന് പറയുന്ന വലിയ പരിപാടിയാണ്. പാർട്ടിക്ക് ഒരു പൈസയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. പാർട്ടിയിലെ ഒരു ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായൊരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ പാർട്ടിക്ക് ഒരു പൈസയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് സംസ്ഥാന നേതാവായിട്ടുള്ള MV ജയരാജൻ ഡിഫൻസ് വരുന്നത്. അതിൽ തമാശ എന്ന് വെച്ചാൽ ഈ പാർട്ടിക്ക് ഒരു പൈസയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ജയരാജൻ പറയുമ്പോൾ അതിലൊരു ശരിയുടെ ഒരു എലമെൻ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഇദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? വ്യാജ രസീത് ഉപയോഗിച്ച് പിരിച്ചു എന്നാണ്. അപ്പോൾ വ്യാജ രസീത് ഉപയോഗിച്ച് പിരിച്ചാൽ പാർട്ടി ഫണ്ടല്ലല്ലോ അത്. പാർട്ടി രസീത് ഉപയോഗിച്ച് പിരിച്ചാലേ അത് പാർട്ടി ഫണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഏരിയ സെക്രട്ടറി വ്യാജ രസീത് ഉണ്ടാക്കി. ആ വ്യാജ രസീതിൻ്റെ കഥയൊക്കെ പറയണ്ട. ഒറിജിനൽ രസീതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ്, പക്ഷേ വ്യാജത്തിലെന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ്. അപ്പോൾ രണ്ടിലും അച്ചടിച്ച പ്രസ്സുകളുടെ പേരൊന്നാണ്. ഇദ്ദേഹം ഈ പ്രസ്സിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യാജ രസീത് ഇങ്ങനെ പ്രസ്സിൽ അടിച്ചിട്ടില്ല എന്നൊക്കെ ഈ കുഞ്ഞികൃഷ്ണൻ എന്നല്ലേ പേര്, കുഞ്ഞികൃഷ്ണൻ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് 20 ലീഫിൽ 23 ലക്ഷം രൂപ പിരിച്ചിട്ടുണ്ട്. 20 ലീഫിൽ 23 ലക്ഷം രൂപ പിരിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ അവസ്ഥ? ഒരു ലീഫിന് വൻ തുകയാണ്. എന്ന് പറഞ്ഞാൽ ആരാണ് പാർട്ടി ഫണ്ടിനെ കുറിച്ച് പാർട്ടി നേതാക്കന്മാർ പറയാറെന്താണ്? തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഫണ്ട് കൊണ്ടാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നതാണ്. 20 ലീഫിൽ നിന്ന് 23 ലക്ഷം രൂപ തരാൻ പറ്റുന്ന തൊഴിലാളികളാണോ കണ്ണൂരിലുള്ളത്? എന്ന് പറഞ്ഞാൽ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള അവിടുത്തെ നേതാവുണ്ടല്ലോ, അയാളുടെ സമ്പർക്കങ്ങൾ എന്താണ്, അയാളുടെ ബന്ധങ്ങൾ എന്താണ്, അയാളുടെ സൗഹൃദങ്ങൾ എന്താണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണത്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ പറയുന്നത് തളിപ്പറമ്പിലെ പയ്യന്നൂരിലെ മാത്രം ഒരു പ്രശ്നമല്ല, കണ്ണൂർ ജില്ലയിലെയും മാത്രം ഒരു പ്രശ്നമല്ല, പാർട്ടി മൊത്തത്തിൽ എത്തിപ്പെട്ടിരിക്കുന്ന അപകടകരമായുള്ള ഒരു ചുഴിയുടെ ഒരു സംഗതിയാണ്. സ്വാഭാവികമായിട്ടും അധികാരത്തിലിരിക്കുന്ന സംവിധാനങ്ങൾ ഇത്തരം ജീർണതകളിലേക്ക് നീങ്ങിപ്പോവുക എന്നുള്ളത് സംഭവിക്കാവുന്നതാണ്. തുടർച്ചയായി അധികാരത്തിലിരിക്കുകയാണ് CPM. പക്ഷേ അങ്ങനെ അധികാരത്തിലിരിക്കുമ്പോഴും പിഴച്ചു പോകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ തെറ്റാവരങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നാണ് പാർട്ടി സ്വയം വിശേഷിപ്പിക്കാറുള്ളത്.
എന്താണ് തെറ്റുതിരുത്തൽ, സ്വയം വിമർശനം, ഇങ്ങനെ കുറേ തെറ്റുതിരുത്തൽ, സ്വയം വിമർശനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. പിന്നെ തെറ്റുതിരുത്തൽ രേഖ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയുണ്ട്. ഇങ്ങനെയൊക്കെ ഇത്തരം തെറ്റുകളെയൊക്കെ അതിജീവിക്കാനുള്ള സംഘടനാപരമായ ശേഷിയുള്ള പാർട്ടിയാണെന്നാണ് പാർട്ടി സ്വയം അവകാശപ്പെടുന്നത്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ നിന്ന് നോക്കൂ, അടുത്ത കാലത്ത് വരുന്ന വിവാദങ്ങൾ എന്താണ്? അടുത്ത കാലത്ത് ഇങ്ങനെ എന്തെങ്കിലും ആശയപരമായ സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും നിലപാടുകളുടെ പേരിലല്ല. ഈ പറയുന്നത് രക്തസാക്ഷികളുടെ സ്വത്ത് അപഹരിച്ചതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കുറച്ച് മുമ്പ് മനു തോമസ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. മനു തോമസ് തന്നെയല്ലേ അയാളുടെ പേര്? മനു എന്ന് എന്തായാലും എഴുത്തുകാരനാണ്. അദ്ദേഹം ഉന്നയിച്ച ആരോപണം എന്താ നോക്കൂ, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായിട്ട് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് ബന്ധമുണ്ടെന്നാണ്. സ്വർണ്ണക്കള്ള CPM ജില്ലാ നേതാവുള്ള മനു തോമസ് അല്ലേ, എഴുത്തുകാരനാണ്, കഥയൊക്കെ എഴുതുന്ന ആളാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ സംഘവുമായിട്ട് ഡിവൈഎഫ്ഐയുടെ നേതാവുള്ള ഷാജറിന് ബന്ധമുണ്ട്. ആ ഒരു വിവാദത്തിൽ ഇതിന് പിന്തുണ നൽകുന്നതിൽ, ഈ കോക്കസിന് പിന്തുണ നൽകുന്നതിൽ P. ജയരാജന് പങ്കുണ്ട്. ഇതാണല്ലോ അദ്ദേഹം ഉന്നയിച്ച അതിന് വിശദാംശങ്ങൾ മാറ്റി നിർത്തി അതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. ആ മനുഷ്യനിപ്പോൾ എവിടെ? അയാളിപ്പോൾ കേക്ക് കച്ചവടമായിട്ട് നടക്കുകയാണ്. ഒരു യുവസഖാവ്, ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന, CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന, വളരെ സാധ്യതകളുണ്ടായിരുന്ന, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് പാർട്ടിക്ക് അധികം നേതാക്കന്മാരില്ലാത്തതാണ്, അവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു സർഗാത്മകതയുള്ള ഒരു യുവസഖാവ് അയാൾ കേക്ക് വിറ്റ് നടക്കുകയാണ്. എന്ത് കാരണം? അയാൾ പാർട്ടി പ്രവർത്തകർ നേതാക്കളെ തിരുത്തുമെന്നാണ് പാർട്ടിയുടെ രേഖകൾ പറയുന്നത്. പാർട്ടിക്കകത്ത് നടക്കുന്ന കള്ളക്കടത്തിൻ്റെ, സ്വർണ്ണക്കടത്തിൻ്റെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ, അതിന് പാർട്ടി നേതാക്കളിൽ ചിലർ നൽകുന്ന പിന്തുണയുടെ കഥ അത് അദ്ദേഹം വിസ്തരിച്ച് പറയുകയോ അത് വലിയൊരു പ്രചാരണമാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് പാർട്ടിക്കകത്ത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത്. ഈ മനുഷ്യൻ ഇല്ലാതാവും. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കാരനായ ആ മനുഷ്യൻ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അയാൾ ഇപ്പോൾ വെറും ഒരു കേക്ക് കച്ചവടക്കാരൻ മാത്രമാവും. CKP പത്മനാഭൻ്റെ അവസ്ഥ എന്താണ്? CKP പത്മനാഭൻ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്ന് മുതലാണ് പാർട്ടി നേതാക്കളിൽ ചിലരുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പാർട്ടി നേതാവുമായി ബന്ധപ്പെട്ട് ഒരു ലൈംഗികാതിക്രമത്തിൻ്റെ വിമർശനം ഉന്നയിച്ചതാണ്. അതെവിടെയാണ്? റോട്ടിലല്ല, നടു റോട്ടിലല്ല, പാർട്ടി കമ്മിറ്റിയിലാണ്. ഉത്തരവാദപ്പെട്ട, അതാണ് ലെനിനിസ്റ്റ് സംഘടനാ തത്വം, ഉത്തരവാദപ്പെട്ട പാർട്ടി ഫോറത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആവലാതി ഉന്നയിക്കുന്നത്. നമ്മൾ കാണുന്ന എന്താണ്? ഈ മനുഷ്യൻ വേട്ടയാടപ്പെടുന്നതാണ്. ഒടുവിൽ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, എൻ്റെ ഇന്നത്തെ ഈ ആരോഗ്യസ്ഥിതിയുടെ പോലും കാരണം പാർട്ടി നടപടിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ മനുഷ്യനെ ജീവച്ഛവമാക്കി മാറ്റി. വേറെന്തൊക്കെയോ ആരോപണങ്ങൾ അദ്ദേഹത്തിനുള്ള അങ്ങോട്ടിട്ട് അങ്ങേർക്കെതിരെ നടപടിയെടുത്ത് ഒരു സാധാരണ ജീവിതം പോലും സാധ്യമല്ലാത്ത ഒരു മൃതപ്രായനായ മനുഷ്യനാക്കി മാറ്റി. പാർട്ടിയുടെ സർവാധികാരങ്ങൾ വാഴുന്ന ആ ജില്ലയിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ പയ്യന്നൂരിലെ പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ മൊത്തം പാർട്ടി ശക്തി കേന്ദ്രമാണ്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ കാര എന്ന് പറയുന്ന പ്രദേശത്ത് വൈശാഖൻ എന്ന് പറഞ്ഞ് ബ്രാഞ്ച് സെക്രട്ടറി വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. പാർട്ടിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായിട്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ഈ വൈശാഖനെതിരെ LDFന് വേണ്ടി അവിടെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന MV ജയരാജനാണ്. ആ ജില്ലയിൽ ഇന്നുള്ളതിൽ ഏറ്റവും മുൻനിര നേതാവാണ്. MV ജയരാജൻ അവിടെ പോയി പ്രസംഗിക്കുന്നുണ്ട്. പാർട്ടി ബന്ധുക്കളും പാർട്ടി സഖാക്കളും ഇയാൾക്ക് വോട്ട് ചെയ്യില്ല, ഇത് അംഗീകരിക്കാൻ പറ്റില്ല. വീട്ടിലേക്ക് ചാഞ്ഞ മരം, അത് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും അതിനെ ഞങ്ങൾ വെട്ടിമാറ്റും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട്. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ 400 ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഈ വൈശാഖൻ ജയിക്കുന്നു. LDF 3ാം സ്ഥാനത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ഈ പയ്യന്നൂരിലാണ് സംഭവിക്കുന്നത്. പാർട്ടിയുടെ ശക്തി ദുർഗത്തിലാണത് സംഭവിച്ചിരിക്കുന്നത്. ഇതെന്താണ് കാണിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ ഈ ലെനിനിസ്റ്റ് സംഘടനാ തത്വം എന്ന് പറയുന്ന ഈ ഇരുമ്പ് മറ ഉപയോഗിച്ച് അവർ അടക്കി വെക്കാൻ ശ്രമിക്കുന്ന, മൂടിക്കെട്ടാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന കള്ളക്കടത്തിൻ്റെ, സാമ്പത്തിക തട്ടിപ്പിൻ്റെ, ഭീകരമായ അധാർമികതകളുടെ ആ കെട്ടുകൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കെട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് വെറും കണ്ണൂരിൽ മാത്രമാണ്. കഴിഞ്ഞ ഒരു കുറച്ചു കാലത്തിനിടയിൽ കേരളത്തിൽ CPIMൽ നിന്നുണ്ടായിട്ടുള്ള രാജികൾ, പുറത്തു പോകൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇടുക്കിയിൽ നിന്ന് പോകുന്നത് ആരാണ്? മുൻ MLA S. രാജേന്ദ്രൻ BJPയിലേക്കാണ് നേരിട്ട് പോകുന്നത്.
മനു തോമസ് കണ്ണൂർ ജില്ലയിൽ നിന്ന് പോകുന്നു. ഈ ബിപിൻ സി ബാബു സിഗേഷിൻ്റെ നാട്ടിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അദ്ദേഹം. പാർട്ടിയിലെ ഏരിയ കമ്മിറ്റി ബി ജെ പിയിലേക്കാണ് പോകുന്നത്. മധു മുല്ലശ്ശേരി ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി, നേരെ ബി ജെ പിയിലേക്ക്. വി ആർ രാമകൃഷ്ണൻ അട്ടപ്പാടിയിൽ ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഐഷ പോറ്റി 3 തവണ MLA ആളാണ്. ഈ പറയുന്ന ഇതിൻ്റെ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന നേതാവായിരുന്ന ആളാണ്. ഇതാണ് കഴിഞ്ഞ കൊല്ലത്ത് നിന്ന് നമുക്ക് ഒരു 2 ആഴ്ചക്കിടയിൽ ഐഷ പോറ്റി പോകുന്നു. ഈ സുധാ ചന്ദ്രബാബു CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അവർ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? മുസ്ലിം ലീഗിലേക്കാണ്. ഇതിങ്ങനെയൊക്കെ നമ്മൾ CPM സാധാരണ കാണുന്നതാണ്. ഇത് ഞാൻ പറയുന്നൊരു പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. ജില്ലാ കമ്മിറ്റി, ഏരിയ സെക്രട്ടറി, ആ ലെവലിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ കൂളായിട്ട് ഒരു ദിവസം അവർ BJP-യിലെത്തുന്നു, മുസ്ലിം ലീഗിലെത്തുന്നു, കോൺഗ്രസ്സിലെത്തുന്നു. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് CPM-ൽ നിന്ന് ആളുകൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ നേരിട്ട് പരമാവധി നമ്മൾ കാണാറെന്താണ്? CPI-യിലേക്ക് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇടതുപക്ഷ പാർട്ടി ഉണ്ടാക്കിയെടുക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ആലപ്പുഴയുള്ള ആഞ്ചലോസ് CPI-യിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ തീവ്ര ഇടത് ലൈൻ സ്വീകരിക്കുന്ന RMPയോ അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് ടൈപ്പ് അതിലേക്ക് ML പാർട്ടികളിലേക്ക് പോകും. ഇങ്ങനെയൊക്കെയാണ് CPM എന്നുള്ള പുറത്ത് പോക്ക് നമ്മൾ കാണുന്നത്. ഇതങ്ങനെയല്ല സംഭവിക്കുന്നത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ, പാർലമെൻ്ററി സ്ഥാനങ്ങളിലും പാർട്ടി സംഘടനാ സ്ഥാനങ്ങളിലും ഉന്നത പദവികളിൽ ഇരുന്ന ആളുകൾ സുപ്രഭാതത്തിൽ BJP-യുടെ ഭാഗമാകുന്നു, മുസ്ലിം ലീഗിൻ്റെ ഭാഗമാകുന്നു, കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നു. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വേറെ തമാശ എന്ന് വെച്ചാൽ S രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുന്നു. അതിന് രാജേന്ദ്രനെതിരെയുള്ള കൊലവിളികളോ പരിഹാസങ്ങളോ നമ്മൾ ഓൺലൈനിൽ എവിടെയും കാണുന്നില്ല. പക്ഷേ കോൺഗ്രസ്സിലേക്ക് ആളുകൾ പോകുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിലേക്ക് പോകുമ്പോൾ വലിയ തോതിലുള്ള ആക്രമണം സൈബർ സ്പേസിലുണ്ടാകുന്നു, റോട്ടിൽ ലഡു വിതരണം നടത്തുന്നു, എല്ലാം ഉണ്ടാകുന്നുണ്ട്. BJP-യിലേക്ക് പോകുമ്പോൾ എന്താ പ്രശ്നം? നമുക്ക് മറ്റന്നാൾ കാണാനുള്ളതാണ് എന്നുള്ള ഇതിലാണെന്ന് എനിക്കറിയില്ല. BJP-യിലേക്ക് പോയ ആളുകളെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇതിങ്ങനെ കോൺഗ്രസ്സിലേക്ക് പോകുന്ന ആളുകളെക്കുറിച്ചും ലീഗിലേക്ക് പോകുന്ന ആളുകളെക്കുറിച്ചൊക്കെയുള്ള വലിയ തോതിലുള്ള സൈബർ ആക്രമണം അത് ഒരു വർഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ CPM-നെ സംബന്ധിച്ച്, CPM-നെ എന്നുള്ള ഇടതുപക്ഷ പാർട്ടി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറത്തു നിന്നുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് അതിന് വളരെ എളുപ്പം സാധിക്കുന്നതാണ്. കാരണം ആ പാർട്ടിയുടെ ശക്തിയും പാർട്ടിയുടെ ഐക്യവും അതിൻ്റെ ഉൾക്കരുത്തും ഒക്കെ കൂടുതൽ ശക്തിപ്പെടുത്തി അതിനെ പ്രതിരോധിക്കാൻ പറ്റും. പക്ഷേ ഈ ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വളരെ കേന്ദ്രീകൃതമായുള്ള ഹൈറാർക്കിക്കലായുള്ള സ്ട്രക്ചറാണ്. അതിനകത്ത് ചെറിയ വിടവുകളും വീഴ്ചകളും ഉണ്ടാകുമ്പോൾ ആ വിടവുകളും വീഴ്ചകളും അവിടെ മാത്രമല്ല സംഭവിക്കുക. അതിൻ്റെ ഒരു കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്, സ്പൈറലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് അത് വലിയ ആഘാതശേഷിയുള്ളതായിരിക്കും. അത് നമുക്ക് എളുപ്പം മനസ്സിലാകുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യത്തെ മാത്രം എടുത്താൽ മതി. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ രാജ്യമായിരുന്നു, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാഗം കൈവശം വെച്ചിരുന്ന, ബഹിരാകാശവും നല്ലൊരു ഭാഗം കൈവശം വെച്ചിരുന്ന ലോകത്തെ ഏറ്റവും വൻ ശക്തിയായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു. അതിനൊരു രാജ്യം എന്ന് പോലും പറയാൻ പറ്റില്ല. ആ നിലക്കുള്ളൊരു എംപയർ ആയിരുന്നു. അത് പൊളിയുന്നത് എങ്ങനെയാണ്? നൊടിയിടയിലാണ് പൊളിയുന്നത്. നൊടിയിടയിലാണ്. അത് ഒരു സുപ്രഭാതത്തിൽ അത് ഇല്ലാതാവുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്ട്രക്ചറിന് വലിയൊരു ശക്തി ഉള്ളതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ദൗർബല്യം എന്താണെന്ന് വെച്ചാൽ അതാണ് ബംഗാളിൽ നമ്മൾ കാണുന്നത്. ചെറിയ ഗ്യാപ്പുകൾ, ചെറിയ വിടവുകൾ, അതിൻ്റെ സ്പൈറലിംഗ് എഫക്റ്റ് വളരെ വലുതായിരിക്കും, വലിയ തോതിൽ തന്നെ ബാധിക്കും. ആ നിലക്കുള്ള ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് CPM പോകുന്നത്. അതിലേറ്റവും പ്രധാനം, ഞാൻ പറഞ്ഞ ആളുകൾ പോകുന്നതോ ഒന്നുമല്ല, CPIM എന്ന് പറയുന്ന പാർട്ടി, ഒരു ഇടതുപക്ഷ പാർട്ടി, അത് പല സ്വഭാവത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ പ്രധാനമായും കൂടുതൽ വരാറുള്ളത് ഒന്ന് വയലൻസുമായി. അവർ ഭയങ്കര വയലൻ്റാണ്, അല്ലെങ്കിൽ ധാർഷ്ട്യമാണ്, കേന്ദ്രീകൃതമാണ്, വികസന വിരുദ്ധരാണ്. ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളാണ് സാധാരണഗതിയിൽ CPM പോലുള്ള പാർട്ടികൾ നേരിടാറുള്ളത്. CPM പോലെ ഒരു പാർട്ടി സാമാന്യമായി നേരിടാത്ത 2 പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ്, അല്ലെങ്കിൽ ആരോപണങ്ങളാണ് അതിനെതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കറപ്ഷൻ, അഴിമതി. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സാമാന്യമായിട്ട് നേരിടേണ്ട ഒരു പ്രശ്നമല്ല. രണ്ടാമത് കമ്മ്യൂണലിസം, വർഗീയത. കേരളത്തിൽ CPM-ന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 വിമർശനങ്ങൾ എന്താണ്? ഒന്ന് അഴിമതിയാണ്, രണ്ടാമത് വർഗീയതയാണ്. ഈ പറയുന്ന മുസ്ലിം വിരുദ്ധത, ഭൂരിപക്ഷ കൺസോളിഡേഷൻ, ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, അതിൻ്റെ തോതിലുള്ള വലിയ ആ നിലക്കുള്ളൊരു വിമർശനം CPM-ന് ഏൽക്കേണ്ടി വരിക, അതിൽ ഡിഫൻസിലാവുക എന്ന് പറയുന്നൊരവസ്ഥ CPM പോലൊരു പാർട്ടിക്ക് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല.
അപ്പം അഴിമതിയുടെയും വർഗീയതയുടെയും പുകപടലത്തിൽ ആ പാർട്ടിക്ക് നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമാണ്. അപ്പോൾ അത്തരം സന്ദർഭം അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ആളുകൾക്ക് ഉന്നത സ്ഥാനത്തുള്ള നേതാക്കന്മാർക്ക് വളരെ എളുപ്പം കൂടിറങ്ങിപ്പോകാൻ പറ്റുന്നത്. വളരെ എളുപ്പം കൂടിറങ്ങുന്നു മറ്റൊരു അപ്പുറത്തുള്ള വിരുദ്ധ ധ്രുവത്തിലുള്ള മറ്റൊരു കൂട്ടിലേക്ക് കയറി ഇടാൻ പറ്റുന്നു. അപ്പോൾ ആളുകൾ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ടത് ആളുകൾ പാർട്ടി വിടുന്നതിന് മുമ്പ് പാർട്ടിയാണ് പാർട്ടി വിട്ടിരിക്കുന്നതാണ്. പാർട്ടിയാണ് ഈ പാർട്ടിയെ വിട്ടിരിക്കുന്നത്. അത് അസാധാരണമായൊരു ഒരു സിറ്റുവേഷനാണ്, ഒരു സെനാരിയാണ്. പക്ഷേ CPMൻ്റെ മഹാഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും ആ പാർട്ടി നേതൃത്വം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുമ്പോഴാണല്ലോ ഇടങ്ങേറെ വിഷമം ഉണ്ടാകുക. ഇങ്ങനെയൊക്കെയാണ് വാട്ട്സ് ഹാപ്പനിങ് ഓൺ ദ ഗ്രൗണ്ട് എന്നുള്ളൊരു കാര്യം ആ പാർട്ടി നേതൃത്വം മനസ്സിലാക്കുന്നേ ഇല്ല. പ്രത്യേകിച്ച് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇത് മനസ്സിലാവുന്നേ ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് മനസ്സിലാകണമെങ്കിൽ പത്രസമ്മേളനത്തിലൊക്കെ ആളുകൾ ഇത് ഉന്നയിക്കുമ്പോൾ ഒരു ചോദ്യം മുഴുമിപ്പിക്കാൻ പോലും അദ്ദേഹം സമ്മതിക്കാറില്ല. അദ്ദേഹം നേരത്തെ കരുതിക്കൂട്ടി എന്തൊക്കെയോ ചില മറുപടികളുണ്ടാവും. അതിങ്ങനെ യാന്ത്രികമായി മൊഴിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ എന്താണ് യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത്, ഈ പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പാർട്ടിയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ആ പാർട്ടി നേതൃത്വത്തിന് യാതൊരു ധാരണയുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് പയ്യന്നൂരിലെയോ അല്ലെ കണ്ണൂരിലെയോ ഒരു കാര്യമല്ല, പാർട്ടി സംഘടന മൊത്തത്തിൽ അനുഭവിക്കുന്ന ഒരുപക്ഷെ ചരിത്രത്തിലെ അസാധാരണമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. അതെ, ഈ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങൾ CPMനെ സംശയനിഴലിലാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ എന്തായാലും സംശയമില്ല. ഇതിനെ എങ്ങനെ ഈ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറികടക്കും എന്നാണ് അറിയേണ്ടത്.